ഓക്കെ, അടുത്തത് 11ാമത്തെ പേജിലെ 3ാമത്തെ ചോദ്യമാണ്. ഇത് ആ പിങ്ക് കളറിൽ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാവില്ല, പിങ്ക് കളറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ 6, 13, 20 എന്ന സമാന്തര ശ്രേണിയുടെ 20 പദങ്ങളുണ്ട്. ആദ്യത്തെ 20 പദങ്ങളാണ്. ആദ്യത്തെ 20 പദങ്ങൾ. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ആദ്യത്തെ എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഏത് സ്ഥാനം മുതൽ അങ്ങോട്ടാണ് അതെല്ലാം കണ്ടുപിടിക്കാം. പക്ഷേ ആദ്യത്തെ എന്ന് പറയുമ്പോൾ 6 ആണ് ആദ്യ പദം. ഓക്കെ, ചിലപ്പം 20 മുതൽ പിന്നെ അങ്ങോട്ടുള്ള 15 പദം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ടൈപ്പ് ആദ്യത്തെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താണ്? ഇവിടെ പദങ്ങളുടെ എണ്ണം അറിയണം അല്ലേ? നമ്മൾ സൂത്രവാക്യം അഥവാ ഇക്വേഷൻ എന്തായിരുന്നു? തുക സമം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. ഇവിടെ പദങ്ങളുടെ എണ്ണം നമുക്കറിയാം. 20 പദങ്ങളുടെ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത്? പദങ്ങളുടെ എണ്ണം 20 ആണ്. 20 ഇൻറ്റു മധ്യപദം. മധ്യപദം കണ്ടുപിടിക്കണമെങ്കിൽ മധ്യപദത്തിൻ്റെ സ്ഥാനം അറിയണം ആദ്യം. 20 പദങ്ങളാവുമ്പോൾ ഇരട്ടസംഖ്യയല്ലേ? ഇരട്ടസംഖ്യ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 20ൻ്റെ പകുതി 10ഉം 11. അതായത് നേരത്തെ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ ഇതിന് നടുക്ക് കൃത്യമായിട്ടൊരു പദം ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്: 20ൻ്റെ പകുതിയായ, അതായത് ഈ 20 പദങ്ങളുടെ എണ്ണമായ 20ൻ്റെ പകുതിയായ 10ഉം തൊട്ടടുത്ത 11. ഈ രണ്ട് സ്ഥാനത്തുള്ള പദങ്ങൾ കണ്ടുപിടിച്ച് അവയുടെ ശരാശരി രണ്ടും കൂട്ടിയിട്ട് പകുതി കണ്ടുപിടിക്കണം. അപ്പോൾ 11ാമത്തെ പദവും 10ാമത്തെ പദമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്ക് x10 എന്നും x11 എന്നും എഴുതാം. അതായത് x എന്ന് പറഞ്ഞ പദം, 10 എന്ന് പറഞ്ഞാൽ 10ാമത്തെ പദം, ഇത് 11ാമത്തെ പദം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാം പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്തായിരുന്നു? പൊതുവ്യത്യാസം അല്ലേ? അപ്പോൾ d ഈക്വൽസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ 13ൽ നിന്ന് 6 കുറക്കണം എന്നല്ലേ? 13 - 6 7 ഇനി നമ്മൾ എന്നാം പദം കണ്ടുപിടിക്കുകയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1, 2, 3 എഴുതുന്നു, ഇൻറ്റു എഴുതുന്നു, പൊതുവ്യത്യാസം എഴുതുന്നു. അതിന് ശേഷം നോക്കുന്ന ഒന്നാം പദം കിട്ടാൻ 1 × 7, 7ൽ നിന്ന് 6ലേക്ക് എത്തണമെങ്കിൽ 1 കുറക്കണം, 1 കുറക്കണം, 1 കുറക്കണം. നേരത്തെ n എഴുതാൻ പറഞ്ഞിരുന്നു. n × 7 - 1. അപ്പോൾ 7n - 1 ആണ് ഇതിൻ്റെ എന്നാം പദം. എന്നാം പദം ഇവിടെ കണ്ടുപിടിക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ കണ്ടുപിടിക്കാനുള്ള വഴി നമുക്കറിയണം. ഇനി നമുക്ക് 10ാം പദം കിട്ടണം. 10ാം പദം കിട്ടണമെങ്കിൽ 10 × 7 - 1. 10 × 7 70 ആണ്. 71 കുറച്ച് കഴിഞ്ഞാൽ 69. അതുപോലെ 11ാം പദം കിട്ടണമെങ്കിൽ 11 × 7 - 1. ഇതാ ഇവിടെ സ്ഥാനവില മാത്രം കൊടുത്തതാണ്, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈക്വൽസ് 11 × 7 77 ആണ്. 77 1 കുറച്ച് കഴിഞ്ഞാൽ 76. നമുക്ക് 10ാം പദവും കിട്ടി, 11ാം പദവും കിട്ടി. അത് രണ്ടും കൂട്ടിയിട്ട് പകുതിയാണല്ലോ. അപ്പം 69 + 76 / 2 ആണ്. അപ്പോൾ 9 × 6 = 15, 1 ബാക്കി, 1 × 6 = 7, 14. 145ൻ്റെ പകുതി അതെത്രയായിരിക്കും? 145ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 144ൻ്റെ പകുതി എത്രയാണ്? 72 ആണ്. ആ 72.5 ആയിരിക്കും. 72.5 എന്നിവിടെ എഴുതിയിട്ട് അതിനെ 20 കൊണ്ട് ഗുണിക്കാം. ഗുണിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 0 ഉള്ളത് കൊണ്ട് ഈ പോയിൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പം ഈ 0ഉം ഈ പോയിൻറ്റും ഒഴിവായി. പകരം 2ഉം 725 ആണ് ഗുണിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ സാധാരണ ഗുണിക്കുന്ന പോലെ തന്നെ ഗുണിച്ചിട്ടുള്ളൂ. 72.5ലുള്ള പോയിൻ്റ് അവിടെ നിർത്തി വെച്ചു. എന്നിട്ട് 20 കൊണ്ട് ഗുണിക്കുന്നു. 0, 2, 5, 10, 1 ബാക്കി, 2, 2, 4, 1, 5, 2, 7, 14. ഇതിൽ ഇനി ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടണം. അപ്പോൾ 1450 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് ഇത്രയും പദങ്ങളുടെ തുക.